കൊന്നി ആറന്മുള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. പാർട്ടി ചർച്ച ചെയ്യും മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനാണ് വിശദീകരണം തേടിയത്. ആറന്മുളയിൽ വീണ ജോർജും കൊന്നിയിൽ ജനീഷ് കുമാറും മത്സരിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെ രാജു എബ്രഹാം വ്യക്തമായ സൂചന നൽകിയിരുന്നു. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി. ഷിജോ, ഇന്നലെയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ നമ്മളൊക്കെ അത്ഭുതം കൂറിയിരുന്നു. കാരണം ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. സിപിഐഎം പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇതിൽ പാർട്ടി ഇടപെട്ടിരിക്കുകയാണല്ലേ നേതൃത്വം? അതെ അനുജ, ഇതിനകത്ത് CPM-ന് LDF-ന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയുണ്ട്, ഒരു അച്ചടക്കമുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇക്കഴിഞ്ഞ മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ മറ്റ് ജില്ലാ സെക്രട്ടറിമാർ ഇതുവരെ നടത്താത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പത്തനംതിട്ട CPM-ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നടത്തിയത്. 24-നോടക്കം അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായ സൂചന നൽകിയത് ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് വീണ്ടും അവിടെ ജനപ്രതിനിധിയായിട്ട് ജനവിധി തേടും, കോന്നിയിൽ KU ജനീഷ് കുമാർ ജനപ്രതിനിധിയായിട്ട് ജനവിധി തേടും. അങ്ങനെ ഈ പത്തനംതിട്ട ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഈ 5 നിയോജക മണ്ഡലങ്ങളിലും സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാകും. അതിനകത്ത് കോന്നിയിലും ആറന്മുളയിലും ഷുവർ സീറ്റാണ്, അല്ലെങ്കിൽ അവർ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം വ്യക്തമായ സൂചനയാണ് രാജു എബ്രഹാം നൽകിയത്. അത് പാർട്ടി നേതൃത്വമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ അവരോട് പോലും ചർച്ച ചെയ്യാതെ രാജു എബ്രഹാം പറഞ്ഞതിനകത്ത് ഒരു അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വമുള്ളത്. സംസ്ഥാന കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇമെയിൽ മുഖാന്തരം രാജു എബ്രഹാമിനോട് ഇതിനകത്ത് വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. ഏത് ഘടകത്തിൽ ചർച്ച ചെയ്തു, ആരാണ് ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത്, എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, കോന്നിയിലും ആറന്മുളയിലും വീണ ജോർജും KU ജനീഷ് കുമാറും മത്സരിക്കും എന്നുള്ള വ്യക്തമായ സൂചനയാണ് രാജു എബ്രഹാം നൽകിയത്. അത് CPM-നെ സംബന്ധിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു തുറന്ന പ്രഖ്യാപനമായിരുന്നു രാജു എബ്രഹാം നടത്തിയത്. അതിനകത്താണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം രാജു എബ്രഹാമിൽ നിന്ന് വിശദീകരണം തേടാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ വിശദീകരണം നൽകണം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.